ധന്യനായ കർത്താവിന് മഹത്വം. മിശിഹാപ്രവാചകന്റെ പുസ്തകം 42 അധ്യായം 3 വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അപ്പൊ ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല എന്നും പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല എന്നും കർത്താവിന്റെ ജനനത്തിന് ഏകദേശം 750 വർഷത്തിന് മുമ്പാണ് യശയ്യാപ്രവാചകൻ കർത്താവിനെ കുറിച്ച് പ്രവചിക്കുവാൻ കൊണ്ടിടയാൽ. പഴയ നിയമപുസ്തകത്തിൽ ഏറ്റവും വ്യക്തമായി കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ചുള്ള തെളിവ് എന്ന ഒരു പുസ്തകം യശയ്യാപ്രവാചകന്റെ പുസ്തകം. യഹൂദന്മാർക്കൊഴികെ ലോകത്തെ സകല ജാതികൾക്കും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള, കർത്താവിന്റെ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കർത്താവിന്റെ സകല അവന്റെ ആ മഹത്വത്തെ കുറിച്ചുള്ള സകല വർണ്ണനകളും പഴയ നിയമത്തിൽ ഏറ്റവും ശക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകം യശയ്യാപ്രവാചകന്റെ പുസ്തകം. രണ്ട് കാര്യം ചെയ്യാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവം യശയ്യാപ്രവാചകൻ കൂടി പ്രവചിക്കുകയാണ്: അവൻ ചതഞ്ഞോടെ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. നമ്മളൊക്കെ ചെയ്യുന്ന എന്താണ്? പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതങ്ങനെ അത് വേണ്ട എന്ന് വെക്കുകയാണ്. പുകയാണ്, അത് പുകഞ്ഞ ആ തിരി അങ്ങ് പുകയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ തിരി ഒന്ന് നന്നാക്കി അതിനെ കത്തിക്കുവാനായി നമ്മൾ ആരും ശ്രമിക്കാറില്ല. അതുപോലെ തന്നെ ഓട അത് ചതഞ്ഞതാണ്, അത് വീണ്ടും അതിനെ ഒടിച്ച് ചുരുട്ടിക്കൂട്ടി നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ കർത്താവിന്റെ അഭിഷേകത്തിന്റെ പ്രത്യേകത, മനുഷ്യാവതാരത്തിൽ അവനായിരിക്കുമ്പോൾ അവനോടുള്ള ദൈവികത്വത്തിൽ കൂടി അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നെങ്കിലും അവന് മനുഷ്യാവതാരത്തിൽ അവനെ കുറിച്ചുള്ള ദൈവികമായ അരുളപ്പാടുകളാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ, അവൻ ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. ദേവാലയത്തിൽ കത്തുന്ന നിലവിളക്കുണ്ടായിരുന്നു. വിശുദ്ധ സ്ഥലത്തിന് നിലവിളക്കെ കുറിച്ച് പറയുമ്പോൾ അതിൽ കരി വരുമ്പോൾ ആ തിരി കുറെ കത്തിക്കഴിയുമ്പോൾ കരിയാകും. അതിന്റെ കരി തട്ടി പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർക്ക് അവരുടെ ജോലിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ കരി ഒരു പ്രത്യേക പാത്രത്തിലേക്ക് തട്ടി വിളക്ക് എപ്പോഴും ശോഭയോട് കത്തത്തക്കവണ്ണം അതിന്റെ തിരിയെ കറക്റ്റായി പരിചരണം ചെയ്ത് എണ്ണ ഒഴിച്ചു നിർത്തണമെന്ന് പറയുന്നു. കാരണം ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നിട്ട് മന്ദിരത്തിൽ നിലവിളക്ക് സദാസമയം കത്തിക്കൊണ്ടിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കത്തിശോഭിക്കുവാൻ നമുക്ക് കഴിയാതിരിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ ഈ ഓട പോലെ നമ്മുടെ ഒരു ഈ ഓടയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? അതൊരു ശരിക്കും മനുഷ്യന്റെ ആ സകലവിധ പൂർണ്ണത, മനുഷ്യന്റെ പൂർണ്ണ എന്ന് പറഞ്ഞാൽ നീ ആരുമല്ല, നീ ഒരു ഓടക്കോലിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ ചതഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ ഒടിച്ചു കളയുവാൻ കഴിയുന്ന വെറും ഒന്നുമല്ലാത്ത ഒരു പാഴ്വസ്തുവാണ് നീ എന്നാണ് ആ വചനത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷെ കർത്താവ് എന്താണ് ചെയ്യുന്നത്? കർത്താവിന്റെ നിയോഗം എന്താണ്? കർത്താവ് എന്താണ് മനുഷ്യാവതാരത്തിൽ കൂടി മനുഷ്യനോട് ചെയ്തത്? ചതഞ്ഞോട് ഒടിച്ചു കളയുവാൻ താല്പര്യപ്പെടാതെ, പുകയുന്നതിന് കെടുത്തിക്കളയുവാൻ താല്പര്യപ്പെടാതെ. ഇപ്പോൾ നമുക്ക് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ചുങ്കക്കാരനായിരിക്കുന്ന സക്കായിയെ കുറിച്ച് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഒരുപാട് തരവാനായിരുന്നു, പക്ഷേ പേരുദോഷം ഉണ്ടായിരുന്നു ചുങ്കക്കാരൻ. ഇന്നൊക്കെ ടാക്സ് കളക്ടർമാർക്കൊക്കെ അവരെ കണ്ടാൽ തന്നെ ലോകം പേടിക്കും. ഇൻകം ടാക്സ് പണ്ട് അങ്ങനെയല്ലായിരുന്നു. ചുങ്കക്കാരെന്ന് പറഞ്ഞില്ല, മനുഷ്യനിൽ നിന്ന് ചുങ്കം ബലമായി പിടിച്ചെടുക്കുന്ന ഒരു അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു സമൂഹമായിരുന്നു ന്യായപ്രമാണ കാലഘട്ടത്തിൽ. ന്യായപ്രമാണത്തിൽ കൂടി അവരെ വിധിക്കുന്നത് കൊണ്ട് അങ്ങനെ. പക്ഷെ റോമ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന അവരെ ന്യായപ്രമാണം കൊണ്ട് വിധിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്. അല്ലാതെ അവരെ എന്താണ്, അവർ ത്യജിക്കപ്പെട്ടവരോ ശപിക്കപ്പെട്ടവരോ ഒന്നുമല്ല. ന്യായപ്രമാണം അങ്ങനെ പറയുന്നത് കൊണ്ട് അങ്ങനെ ആയിത്തീർന്നു. ഈ മനുഷ്യൻ നീളം കുറവായതുകൊണ്ട്, പൊക്കക്കുറവായതുകൊണ്ട് യേശുവിനെ കാണുവാനായി അവൻ മരത്തിൽ കയറിയതും അവന്റെ ആകാംക്ഷ യേശു അങ്ങനെ എനിക്ക് കാണാനും പറ്റുന്നില്ല. ധനമുണ്ട്, സകലതുമുണ്ട്, മഹത്വമുണ്ട്, സകലതുമുണ്ട്, പക്ഷെ യേശുവിനെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ യേശുവിനെ കാണാൻ താല്പര്യപ്പെട്ടല്ല യേശു അവന്റെ മുമ്പിൽ തന്നെ വന്ന് വെളിപ്പെടും. ഇതാണ് ഒരു പ്രത്യേകത, യേശുവിന്റെ പ്രത്യേകത. അതിനുവേണ്ടിയാണ് അവൻ അഭിഷിക്തനായി ഈ ഭൂമിയിലേക്ക് വന്നത്. ചതഞ്ഞുകൂടെ ഒടിക്കുവാനല്ല വന്നത്, പുകയുന്നതിന് കെടുത്തിക്കളയുവാനല്ല. നീ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണോ ദൈവത്തിന്റെ പേരിൽ? കെട്ടുപോകുന്ന ഒരു സാഹചര്യമാണോ നിന്റെ മുമ്പിലുള്ളത്?
എന്റെയും നിന്റെയും ജീവിതത്തിൽ വിശ്വാസത്തിലാകാം, ശരീരത്തിലാകാം, സാമ്പത്തിക മണ്ഡലത്തിലാകാം, ഞാനും നീയും ഇപ്പോൾ കെട്ട് അവസാനിക്കും എന്നുള്ളൊരവസ്ഥയിലാണോ നിൽക്കുന്നത്? അല്ല, മനസ്സും ശരീരവും ഒരുപോലെ ചതഞ്ഞ അനുഭവത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? നമുക്ക് പ്രത്യാശിക്കുവാൻ വകയുണ്ട്. ചതഞ്ഞോടെ ഒടിച്ചു കളയാത്ത ഒരു തമ്പുരാനാണ് നമ്മുടെ തമ്പുരാന്. പുകയുന്ന തിരി കെടുത്തി കളയാത്ത ഒരു തമ്പുരാനാണ് നമ്മുടെ തമ്പുരാന്. യേശു സക്കായിയോടുകൂടി അവന്റെ വീട്ടിൽ പോയി പാർത്തു എന്ന് എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണ പ്രകാരം ശപിക്കപ്പെട്ടവന്റെ വീട്ടിൽ പോയി പാർത്തപ്പോൾ ജനമെല്ലാം പറഞ്ഞു, അവൻ പാവികളുടെ കൂടെ പോയി. കർത്താവ് വന്നു തന്നെ പാവികളെ തേടിയാ വന്നത്. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു. അവനത് പറയാൻ യാതൊരു മടിയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടിയിട്ടല്ല വന്നിരിക്കുന്നത്, ന്യായപ്രമാണം പൂർണ്ണമായി അരച്ചു കളിക്കുക, അനുഷ്ഠിക്കുന്നത്, ദശാംശം കൊടുക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് സമൂഹത്തിലെ താഴ്ന്ന നിലയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായി അടുക്കുവാൻ യാതൊരു വിധത്തിൽ മനസ്സില്ലാതിരിക്കുന്ന ഏറ്റവും പാപമംഗലമായ ഒരിടത്തേക്കാണ് ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നിരിക്കുന്നത്, ഞാൻ ചുങ്കക്കാരെയും പാപി എന്ന് പറയുന്നത് ചതഞ്ഞോടെ അതിനെ നന്നാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്, അത് ഒടിച്ചു കളയുവാനല്ല. പുകയുന്ന തിരിയെ വീണ്ടും അതിന്റെ കരിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അതിനെ വീണ്ടും ശോഭയോടെ കത്തിക്കുവാണ്. ദൈവത്തിന്റെ പൈതലെ, മനസ്സുകൊണ്ട് ജീവിതത്തിന്റെ ഭാരങ്ങളുള്ള അവിശ്വാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആമീസൂത്രം പലതും ആമീസൂത്രം നമ്മുടെ ജീവിതത്തിൽ ആമീസൂത്രം നമ്മൾ കെട്ടുപോകുന്ന അനുഭവത്തിലായിരിക്കുന്നെങ്കിൽ ദൂത് ഞാൻ വിളിച്ചു പറയാം നിങ്ങളോട്, നിങ്ങളെ ദൈവം കത്തിക്കുവാൻ പോകുക. വീണ്ടും തേജസ്സോട് കത്തക്കൊണ്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ചെയ്യും. കർത്താവ് അതിനാണ് ഇറങ്ങി വന്നതെങ്കിൽ നിശ്ചയമായി ഈ ദിവസങ്ങളിൽ ആമീസൂത്രം നീ പുകഞ്ഞ് നീ ഇല്ലാതായി തീരുന്നതിന് മുമ്പ് തന്നെ ആ തിരിയുടെ കരികളെയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വീണ്ടും നിന്നെ തേജസ്സോടെ ദൈവം മഹത്വത്തോടെ ഉയർത്തുവാൻ പോകുകയാണ്. ഒരു ദൂത് കൂടി ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരികയാണ്. കരിഞ്ഞ അനുഭവത്തിലാണോ നീ ഇരിക്കുന്നത്? നിന്റെ വീട്ടിൽ പുകച്ചിലുകളാണോ ഉള്ളത്? നിന്റെ കുടുംബജീവിതത്തിൽ പുകച്ചിലുകളാണോ ഉള്ളത്? നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പുകച്ചിലുകളാണോ ഉള്ളത്? പുകയുന്ന അനുഭവമാണോ നിനക്കുള്ളത്? നീറുന്ന അനുഭവമാണോ നിനക്കുള്ളത്? കർത്താവ് വരികയാണ് നിന്റെ അടുക്കലേക്ക്. ആ പുകയുന്ന അനുഭവത്തെ ഒന്ന് മാറ്റി ആ തിരിയെ ഒന്ന് വൃത്തിയാക്കി നന്നായിട്ട് അതിന്റെ മേൽ ഒരു എണ്ണ, പരിശുദ്ധാത്മാവെന്ന എണ്ണ അതിന്റെ മേൽ പകർന്ന് നിന്റെ കുടുംബത്തിന്, നിന്റെ കുടുംബ ജീവിതത്തിന്, നിന്റെ കുഞ്ഞുങ്ങളുടെ കുടുംബ ജീവിതത്തിന് ഒരു പുതുക്കം വരുത്തുവാനായി ഇതാ ചതഞ്ഞോട് ഒടിച്ചു കളയാത്ത കർത്താവ്, പുകയുന്നതിന് കെടുത്തിക്കളയാത്ത കർത്താവ് നിന്റെ അടുക്കിലേക്ക് അടുത്തു വരിക. ദൈവത്തിന്റെ പൈതലേ, നീ വിശ്വാസത്തിൽ ഒരു കരം കൊടുത്തേ. നിന്റെ കരത്തെ പിടിച്ച് സക്കായോട് കൂടി അവന്റെ വീട്ടിൽ വസിച്ച ദൈവം ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ ജീവിതത്തിന് വലിയ മാറ്റം വരുത്തുവാൻ പോകുകയാണ്. ദൈവം നമ്മളെ ധാരാളമായി വചനങ്ങളാൽ സഹായിക്കട്ടെ.